Okay. Now നമ്മൾ ട്രിഗ്നോമെട്രി അടുത്ത സെഷനിലേക്ക് പോവാണ്. അഥവാ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത റിഡക്ഷൻ ഫോർമുല 6 പ്രോബ്ലം നമ്മൾ ചെയ്തത്. ബാക്കി ഒരു 6 പ്രോബ്ലം കൂടി എൻ്റെ കയ്യിലുണ്ട്. 6 പ്രോബ്ലം എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൊസീക് 1950 ഈക്വൽ ടു കൊസീക് 5 into 360 plus 150. 360 മൾട്ടിപ്പിൾ 360 മൾട്ടിപ്പിൾ വെച്ചിട്ട് ഞാൻ ജനറേറ്റ് ചെയ്യുമ്പോൾ 5 into 360 ആണ് 1800 വരിക. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ 3 ആളുകളെ ഓടാൻ വേണ്ടി വിളിച്ചു. സച്ചിനോട് ഞാൻ ഓടാൻ പറഞ്ഞു. 30 ഡിഗ്രി സച്ചിനോടി. സച്ചിനോടി എത്ര? 30 ഡിഗ്രി ഓടി. അത് കഴിഞ്ഞിട്ട് ധോനിനോട് പറഞ്ഞു 390 ഡിഗ്രി ഓടാൻ പറഞ്ഞു. 390 ഡിഗ്രി. അപ്പോൾ ധോനി ഇങ്ങനെ ഓടി 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 ഇവിടെ എത്തുമ്പോൾ എത്രയോ 360 അല്ലേ? 360 ആ 360 കഴിഞ്ഞിട്ട് 390 ഓടാൻ പറഞ്ഞേ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കൂലേ? അതേ സ്ഥലത്തല്ലേ നിൽക്കുക. സച്ചിനും ധോനിയും ഒരേ സ്ഥലത്താണ്. അടുത്തത് ഗാംഗുലിനോട് ഓടാൻ പറഞ്ഞു. ഗാംഗുലിനോട് ഓടാൻ പറഞ്ഞത് 750 ഡിഗ്രിയാണ്. 750 ഡിഗ്രി. മൂപ്പരിങ്ങനെ ഓടുകയാണ്. ഓടി ഓടി ഒരു 360 ഓടി, വീണ്ടും 360 ഓടി. അപ്പോൾ 750. പിന്നെ ഒരു 30 ഡിഗ്രി ഓടിയാലോ? ഗാംഗുലി ഇവിടെ തന്നെ നോക്കാം. അപ്പം ചുരുക്കം പറഞ്ഞാൽ 3 ആളും ഒരേ സ്ഥലത്ത് വന്ന് നിന്നു അല്ലേ? അഥവാ 360നെ കൊണ്ട് വലിയ കാര്യമില്ല. ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. 360നെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ 5 സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് 5 സർക്കിൾ എന്ന് ഒരേ സ്ഥലത്തെത്തുമ്പോൾ നെറ്റ് എഫക്റ്റ്, ഇതിൻ്റെ എഫക്റ്റ് 150 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇനി 2 മെത്തേഡ് വേണ്ട, ഒറ്റ മെത്തേഡ് മതി. ഇത് മാറില്ലേ? മാറില്ല. ചിഹ്നം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, പ്ലസ് 2 is the answer. അങ്ങനെ 7th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അടുത്ത 8. ഇത് എഴുതിയെടുത്തോളൂ, എളുപ്പമല്ല. ടെൻ ഇൻറ്റു 360 പ്ലസ് 300. 10 into 360 plus 300. ഇത് പോവും. ഇത് മറിയില്ല. -tan30. കാരണം 4th ക്വാഡ്രന്റ് അല്ലേ. അഞ്ച് സർക്കിൾ ഒഴിവാക്കിയ sin 300. എന്താ വരിക? -sin 60. ഓക്കെ. Ninth question. Sorry, 10th question. നെഗറ്റീവ് ഉണ്ടല്ലോ സൈൻ്റെ അകത്ത്, നെഗറ്റീവ് ഉണ്ട്. അത് പുറത്തേക്ക് ചാടും. കാരണം സൈനും ടാൻ നെഗറ്റീവിനെ ഛർദ്ദിക്കും. കുസിക്കാണ് തിന്നുക. അപ്പോൾ ഇതെന്താ വരിക? -sin
ക്ലിയർ? ഇവിടെ ഒരു ഓൾറെഡി മൈനസ് ഉണ്ട്. 180 പ്ലസ് 45-ന് തേർഡ് ക്വാഡ്രന്റ് വേറെ മൈനസ് വരും. അപ്പോൾ ഈ രണ്ട് മൈനസും കൂടിയിട്ടാണ് പ്ലസ് ആവണത്. രണ്ടും കൂടിയിട്ടാണ് പ്ലസ് ആവണത്. ഇവിടെ പ്ലസ് ആ വരിക. അടുത്ത 11. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നെഗറ്റീവിന് തിന്നും. ഇത് മറിയോ മറിയില്ലേ? ഇത് മറിയില്ല. cos 30. ആംഗിൾ എന്താ വരിക? ചിഹ്നം പോസിറ്റീവ് തന്നെ. നെഗറ്റീവ് പുറത്തേക്ക് വന്നു. 180 പ്ലസ് 45. ഇവിടെ നോക്കുക, 180 പ്ലസ് 45 ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. എന്താ ഇവിടെ നെഗറ്റീവ് വരാനുള്ള? ഓൾറെഡി ഉള്ള നെഗറ്റീവാണ്. ഇവിടെ നിന്നൊരു നെഗറ്റീവിന് തരുന്നില്ല. ദാറ്റ്സ് ആൻസർ. അങ്ങനെ 12 ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. ഇത് ഈ ഭാഗം എനിക്ക് തോന്നുന്നത് കൂടുതൽ ടൈം വീഡിയോ വെച്ച് കാണുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് എപ്പോഴും ഒരു ടഫായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് കുട്ടികൾ പറയാറ്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ കുറച്ച് ടഫായിരിക്കും അത്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. എൻ്റെ നോട്ട് തരികയാണെങ്കിൽ an equation contain trigonometric functions are called trigonometric equation. അത്ര ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എക്സാമ്പിൾ 1 sin x plus cos x equal to 1/√2. sec x plus tan x equal to 7. sin x equal to 1/2. cos x equal to 5. ഇതിൻ്റെ ബ്രാക്കറ്റിൽ നോ സൊല്യൂഷൻ എഴുതാം. അതെന്ത് ഞാൻ നോ സൊല്യൂഷൻ എഴുതിയേ? cos x എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. അത് എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള വാല്യൂ, അഥവാ -1-ൻ്റെയും +1-ൻ്റെയും ഇടയിലുള്ള വാല്യൂ ഉണ്ടാവുക. -1 +1 വാല്യൂ ഉണ്ടാവുക. 1 കടന്നു പോവോ? കടക്കൂല. കാരണം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഫ്രാക്ഷനിലെ ഹൈപ്പോട്ടന്യൂസ് എന്ന സാധനം ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും വലുതായിരിക്കുമല്ലോ, അതാണ് എൻ്റെ കാരണം. അത്ര ഒന്നും അറിയണ്ട. cos x ഉം sin x ഉം -1-ൻ്റെയും +1-ൻ്റെയും ഇടയിലാണെന്ന് എന്തായാലും നമ്മൾ അറിയണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? cos x 5 ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളവാണ്. ഞാൻ പറഞ്ഞു റോൾസ് റോയ്സ് കാറ് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക? സാറ് തള്ളുക എന്ന് പറയും. എന്താ കാരണം? റോൾസ് റോയ്സ് വാങ്ങുന്ന ആളെ ക്വാളിറ്റി വേറെ തന്നെയാണ്. മനസ്സിലാവണ്ട? അതേപോലെ തന്നെ ബെൻസ് വാങ്ങിയെന്ന് നമ്മുടെ നാട്ടിലത്തെ വാർക്കപ്പണിക്കാരൻ പറഞ്ഞാൽ നമ്മളെന്താ പറയുക? വിശ്വസിക്കില്ല. കാരണം എന്താണ്? അത് നടക്കൂല. അതേപോലെ cos x-ൻ്റെ വാല്യൂ 5 ആവുക എന്നാണ് നടക്കുമോ? നടക്കൂല. അത് തള്ളാണ്. നോ സൊല്യൂഷൻ. അങ്ങനെ സാധനം ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. sin x equal to 1/2. അപ്പോൾ sin x equal to 1/2 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ പറയാൻ പറ്റുമോ? sin x equal to 1/2 തന്നെ
ഞാൻ പറഞ്ഞുതരാം. എക്സ് ഈക്വൽ ടു 30 ഡിഗ്രി, പിന്നെ 150 ഡിഗ്രി. എങ്ങനെ 150 ഡിഗ്രി കിട്ടി? ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇവിടെ പോസിറ്റീവ് ഉണ്ടാവും, ഒന്ന് ഇവിടെ പോസിറ്റീവ്, സൈൻ അല്ലേ? എവിടെ എങ്ങനെ ഇട്ട് 180 മൈനസ് 30 150 അല്ലേ? ചെയ്ത് കാണിക്കണം. അങ്ങനെ ചെയ്ത് കാണിക്കാം. ആവശ്യമില്ലാത്ത പണിയാണ് ഞാൻ ചെയ്ത് കാണിക്കാം. കറക്റ്റാ, 1/2. അപ്പോൾ ഇതിൻ്റെ കൂടെ 390 ആഡ് ചെയ്താൽ 360 ആഡ് ചെയ്താൽ 390 510. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് 360 360 കൂട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ നോ സൊല്യൂഷൻ, അല്ലെങ്കിലോ നോ സൊല്യൂഷൻ. ഒന്നില്ലെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഒന്നില്ലെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ചില ആളുകളുണ്ടല്ലോ കളിച്ചാട് ഭയങ്കര കളി കളിക്കും. ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ കാണാം ഭയങ്കര ഫോമായിരിക്കും, പൊട്ടിക്കഴിഞ്ഞാൽ അപാര പൊട്ടലായിരിക്കും. അപ്പോൾ അതേപോലെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ അങ്ങനെയാണ്. എന്താണ്? ഒന്നില്ലെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അത് ഒരുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ഹെഡ് എഴുതിക്കോളൂ. സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. Trigonometry angle which satisfying given trigonometric equation are called solution of trigonometric equation. Are called solution of trigonometric equation. Okay. അടുത്ത remark. Due to periodicity, trigonometric function have infinite number of solution or no solution. പീരിയോഡിസിറ്റി എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ അതിൽ വലിയ ആനക്കാരൊന്നുമില്ല കേട്ടോ. ഇത്രയും ക്ലിയറായി. ഇനി നമ്മളെ കളി തുടങ്ങുമ്പോൾ എഴുതിക്കോളൂ. നമുക്ക് ഈ കൂട്ടത്തിൽ കുറേ സൊല്യൂഷൻ 30 150 എന്നൊക്കെ സൊല്യൂഷൻ എഴുതിയല്ലോ. നമ്മൾ സൈൻ എക്സ് ഈക്വൽ ടു 1/2 എഴുതിയപ്പോൾ എക്സിൻ്റെ വാല്യൂ 30 150 390 510 എക്സെട്ര എന്ന് എഴുതിയല്ലോ. ഇതിൽ ഗ്ലാമർ സൊല്യൂഷൻ ആരാന്നറിയാം? ഇവർ രണ്ടാളോ. കാരണം ഇതിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. 360 ആഡ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ പേരെന്താ വിളിക്കുക? ഗ്ലാമർ സൊല്യൂഷൻ. എന്താ പേര് വിളിക്കുക? ഗ്ലാമറസ് സൊല്യൂഷൻ. വെരി ഗുഡ്. തെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പേര് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയും. എന്താണ്? പ്രിൻസിപ്പൽ സൊല്യൂഷൻ. എങ്ങനെ എഴുതാം? സൊല്യൂഷൻ 0 ലെസ് ദാൻ ഈക്വൽ ടു theta less than 2π are called principal solution. Principal solution. അടുത്ത ജനറൽ സൊല്യൂഷൻ എഴുതിക്കോളൂ. ജനറൽ സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഇൻഡിജേഴ്സ്
are integers, using integers are called general solution. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ്, തൽക്കാലം മനസ്സിലാണ്ട് എഴുതി വെച്ചോളൂ. ഇനി മനസ്സിലാവും, എഴുതിക്കോളൂ. ജനറൽ സൊല്യൂഷൻ ഓഫ് ഹെഡിങ്, അത് ഞാൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഒന്നാമത്തെ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആണ് കേട്ടോ. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആണ്. ഒന്ന്, sin x ഈക്വൽ ടു 0. sin x ഈക്വൽ ടു 0. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. ആരൊക്കെയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾ? 0 സാറ്റിസ്ഫൈ, 180 ഡിഗ്രി പൈ സാറ്റിസ്ഫൈ. നമ്മൾ ആ കോളം നോക്കിയാൽ മതി. കോളം ഞാൻ തുടക്കം എഴുതി തന്നിരുന്നു, 0 പൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തന്നിരുന്നു ഓരോ വാല്യൂസ്, അതിലുണ്ട് പൈ സാറ്റിസ്ഫൈ. പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുക 2π ആയിരിക്കും, പിന്നെ 3π എക്സെട്ര. കാരണം 180 കൂട്ടുക, 360 കൂട്ടുക, അഥവാ 2π കൂട്ടുക. ഇതിൻ്റെ കൂടെ 2π കൂട്ടി, ഇതിൻ്റെ കൂടെ 2π കൂട്ടി, അങ്ങനെ വരാം. അതേപോലെ പ്ലസ് ഓർ മൈനസും പറ്റും. ഉദാഹരണത്തിന് ഒരാൾ പറയണം -π എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് sin π ആണ്, -0, ഇറ്റ് ഈസ് 0 ഇറ്റ് സെൽഫ്. അപ്പോൾ ഒരേ വാല്യൂ ആണ് വരുന്നത്, ഒരേ വാല്യൂ ആണ്. sin ഓഫ് -π എന്ന് പറഞ്ഞാൽ 0 ആണ്, sin ഓഫ് π എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടല്ലോ. n π, n belongs to integers. ഇത് വായിക്കുക, n belongs to integers എന്നാണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകൾ, ഇൻറ്റിജേഴ്സ്. എഴുതി വെച്ചാൽ എന്താണെന്ന് നോക്കണ്ട. അപ്പോൾ നമുക്ക് ഒരു കാര്യം കിട്ടി. sin x 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ nπ ആയിരിക്കും. ഇതിന് അര മാർക്കുണ്ട്. 10 belongs to integers ഇതിന് അര മാർക്കുണ്ട്. അടുത്ത് ഒരു ഇക്വേഷൻ കിട്ടി. cos x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു π/2, 90 ഡിഗ്രി, 3π/2, 270 ഡിഗ്രി. 90 ഡിഗ്രി 0, 3π/2 0 ആണ്. അതേപോലെ ഇവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഉണ്ടാക്കാൻ പറ്റും, 5π/2 എക്സെട്ര. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. x ഈക്വൽ ടു cos x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 2n + 1 π/2, n belongs to z. ഓക്കെ, അടുത്ത മൂന്നാമത്തെ റിസൾട്ടാണ് tan x ഈക്വൽ ടു 0. tan x 0 എന്ന് പറഞ്ഞാൽ sin x ബൈ cos x ആണല്ലോ tan x, അത് 0 ആയിരിക്കും. അപ്പോൾ sin x 0 ആകുമ്പോഴല്ലേ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 0 എന്ന് പറഞ്ഞാൽ x belongs to nπ. ഓക്കെ, ഇനി നമ്മൾ 3 റിസൾട്ട് പഠിച്ചു അല്ലേ? 1, 2, 3. ഇത് 3 കാണാൻ പഠിക്കണം. ഇനി ഒരു 3 റിസൾട്ടും കൂടി പഠിക്കാം.
ഈ 3 റിസൾട്ടാണ് നമ്മൾ കാണാൻ പഠിക്കേണ്ടത്. നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ കോസ് എക്സ് ഈക്വൽ ടു 1/√2 എന്ന് പറഞ്ഞാൽ, അഥവാ കോസ് എക്സ് ഈക്വൽ ടു 5/4 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമ്മളില്ലെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ 150 ആവാം, 390 ആവാം, അങ്ങനെ കുറേ ആവാമെന്ന് നമ്മൾ തെളിയിച്ചല്ലോ. അതേപോലെ കോസ് എക്സ് ഈക്വൽ ടു കോസ് 5 ആണെങ്കിൽ കോസ് 5 ആണെങ്കിൽ എക്സിൻ്റെ വൈൻ്റെയും വാല്യൂ എന്താവാം ചിലപ്പോൾ സെയിം ആവാം, ചിലപ്പോൾ അവർ നമ്മൾ റിലേഷൻ കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ ഉണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് അധികമൊന്നും അറിയണ്ട, ഈ 3 ഒരു പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. പ്രൂഫ് തൽക്കാലം എഴുതി വെച്ചോളൂ. കോസ് 5 ഈക്വൽ ടു 0, ഇതൊരു പ്രോഡക്റ്റാണ് അല്ലേ. കോസ് എക്സ് കോസ് സി മൈനസ് ഇത് ഞാൻ പഠിപ്പിച്ചു തന്നില്ല കേട്ടോ. കോസ് സി മൈനസ് കോസ് പഠിച്ചില്ല. ഇങ്ങനെ ഒരു ഫോമൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. 2 - 2 സൈൻ സി എക്സ് പ്ലസ് d/2 സൈൻ സി മൈനസ് d/2 ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഫോമൽ ഉണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൻ്റെ അർത്ഥം ഇതിൽ ഒരാൾ 0. അതിൻ്റെ അർത്ഥം എന്താണ്? n പൈ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതാണ് നമുക്ക് ഡെറിവേഷൻ കിട്ടി. ഒന്നും കൂടി പറയാം. കോസ് എക്സ് ഈക്വൽ ടു കോസ് 5, കോസ് എക്സ് മൈനസ് കോസ് 5 ഈക്വൽ ടു 0, -2 സൈൻ എക്സ് പ്ലസ് 5/2 സൈൻ എക്സ് മൈനസ് 5/2 ഈക്വൽ ടു 0. ഈ സ്റ്റെപ്പ് നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചാൽ മതി. മൊത്തം ഇത് കാണാൻ പഠിക്കേണ്ടത്, ഇതിന് പ്രൂഫ് ആവശ്യമില്ല, എന്നാൽ ഈ സ്റ്റെപ്പ് മാത്രം കാണാൻ പഠിക്കാം. ഒരു 3 ടേം ഗുണിച്ചിരിക്കുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഇയാൾ 0 അല്ലെങ്കിൽ ഇയാൾ 0. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നത് സൈൻ എക്സ് 0 ആണെങ്കിൽ എക്സ് n പൈ ആണെന്ന് പഠിച്ചു. അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് 5/2 0 ആണെന്നാണ് എക്സ് പ്ലസ് 5/2 n പൈ, എക്സ് മൈനസ് 5/2 n പൈ. അതിൻ്റെ അർത്ഥം ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി, എക്സിൻ്റെ വാല്യൂ y അങ്ങോട്ട് y ആയിട്ട് എടുത്ത് കൊണ്ടുപോയി. പിന്നെ എക്സിൻ്റെ വാല്യൂ 2n പൈ മൈനസ് 5 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2n പൈ പ്ലസ് 5 അഥവാ പ്ലസ് ഓർ മൈനസ് 5. ഈ 3 റിസൾട്ടും പഠിച്ചു മതി. നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ഒരു വലിയൊരു ഭാഗം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം നമ്മൾ. ഇതിൻ്റെ പ്രോബ്ലംസ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഫൈൻഡ് പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ഫോളോയിങ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. 1 സൈൻ എക്സ് ഈക്വൽ ടു 1/√2. 2 cos x equal to 1/2. 3 tan x equal to √3. 4 tan x equal to -1. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇത് എഴുതിയെടുക്കുക. ഇനി 2-3 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്യാം. 5
കോസ് എക്സ് ഈക്വൽ ടു -1/2. 6 സൈ കൊസീക്ക് എക്സ് ഈക്വൽ ടു -2. ഇങ്ങനെ 6 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6 ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ ഇത് മായ്ക്കാൻ പോകാം. ആദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, സൈൻ എക്സിൻ്റെ വാല്യൂ 1/√2 ആവാന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 45 ആവാന്നല്ല അർത്ഥം. എക്സിൻ്റെ വാല്യൂ 45 ഡിഗ്രി ആവാം. രണ്ടാമത്തെ ആൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവും, സെക്കൻഡ് കോർണർ 180 - 45. കോസ് എക്സ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താ? കോസ് എക്സ് ഈക്വൽ ടു 1/2 60 ഡിഗ്രിയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 60 ഡിഗ്രി. ഇതോ 360 - 60. ഇവിടെ എക്സിൻ്റെ വാല്യൂ 60 ആണ്. എക്സിൻ്റെ വാല്യൂ അടുത്ത വാല്യൂ ഇത് മുഴുവനും ഈ സാധനങ്ങളൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ സൊല്യൂഷനാണ്. 0-ൻ്റെയും 360 ഇടയിലുള്ള സൊല്യൂഷനാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇത് ഏത് കോഡറിലാണ് വരുന്നത്? ഈ കോഡറിലാണ് വരുന്നത്. ഞാൻ അത് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇത് മായ്ക്കുകയാണ് ഞാൻ. കുറേ നമ്മൾ ചെയ്തല്ലേ. ഇതിൻ്റെ എക്സ് ഈക്വൽ ടു π/4ഉം 3π/4 ആവും ഒന്നാമത്തിൻ്റെ ആൻസർ. അതങ്ങനെ കിട്ടി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 45 × 180 π/180 റൈറ്റ്. π/4. ഇത് നോക്ക്, ഒരു മുഴുവൻ പൈന്ന് 1/4 പൈ കുറച്ചാൽ 3/4 പൈ റൈറ്റ്. ഇനി ജനറൽ സൊല്യൂഷൻ എഴുതുകയാണെങ്കിൽ എളുപ്പമാണ്. എക്സ് ഈക്വൽ ടു ഈ π/4 3π/4 ഇഷ്ടമുള്ളത് ഈ വൈൻ്റെ സ്ഥാനത്ത് വെക്കാം. ഇഷ്ടമുള്ളത് വെക്കാം. ക്ലിയർ ആയില്ലേ? ഇത് നമുക്ക് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ എന്താ പറയുക? π/3 2π π/3 കുറച്ചാൽ 2π π/3 കുറച്ചാൽ π/3 5π/3. എക്സിൻ്റെ വാല്യൂ 2nπ ± π/3. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചെയ്തു, രണ്ടാമത്തെ ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് മതി കേട്ടോ. മനസ്സിലായത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ ശ്വാസം മുട്ടി പഠിപ്പിക്കണം. ഒന്നും കൂടി ഞാൻ പറയാം. പറഞ്ഞോ, ഏതൊക്കെ കോഡർ? ഇതിപ്പോൾ ഏതൊക്കെ കോഡറിലുണ്ടാവുക? ആഡ് ഷുഗർ ടു കോഫി, മൂന്നാമത്തെ കോഡറിൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്ന് 60 ആണെങ്കിൽ മറ്റേതാൾ എത്ര? 180 + 60 അല്ലേ വരിക? അല്ലടോ. അപ്പോൾ ഒരാൾ ചോദിക്കും, സാറേ 270 മൈനസ് പറഞ്ഞോടെ? വേണ്ട, 1927 എടുക്കണ്ട. അത് മറിയുന്ന സാധനം, മറിഞ്ഞാൽ കൺഫ്യൂഷനാവും. ടാൻ ആണോ കോട്ടാന്നോ കൺഫ്യൂഷനാവും. നല്ലത് 180 360 വെച്ചിട്ട് അടുത്ത ആൾ കണ്ടുപിടിക്കാനാണ് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത നാലാമത്തെ. ഇവിടെ നമ്മൾ ആഡ് ഷുഗർ ടു കോഫി, ആഡ് ഷുഗർ ടു കോഫി. നെഗറ്റീവ് വരുന്ന ഏതൊക്കെ കോഡറിലാണ്? അതാ ഈ രണ്ട് കോഡറിലാണ് ആര് നെഗറ്റീവ് വരിക? ടാൻ നെഗറ്റീവ് വരിക അല്ലേ? അപ്പോൾ 45 ഡിഗ്രി അല്ലേ 1 എന്ന് പറയുമ്പോൾ, ടാൻ 45 അല്ലേ 1. അപ്പോൾ ഇവിടേക്ക് എത്താനുള്ള വഴി
180 മൈനസ് 45 ഇങ്ങോട്ടാ 360 മൈനസ് 45 റൈറ്റ്. അത് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ പൈ മൈനസ് പൈ ബൈ 4ഉം 2π മൈനസ് പൈ ബൈ 4, 3π ബൈ 4, 7π ബൈ 4. ദാ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും കാണാൻ പഠിച്ചു കേട്ടോ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമ്മൾ കഴിഞ്ഞു, നമ്മൾ ടോപ്പിക് കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത് 60 ആണല്ലോ വരിക. സെക്കൻഡ് കോഡിൽ 180 മൈനസ് 60, ഇതാണ് അതിൻ്റെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ sin x ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/2 30. 30 എപ്പോഴാണ് വരിക? 1 തേർഡ് ക്വാർട്ടറിൽ പൈ പ്ലസ് പൈ ബൈ 6. 30 എന്ന് പറഞ്ഞാൽ പൈ ബൈ 6 അല്ലേ? 2π മൈനസ് പൈ ബൈ 6. സൈനിന് ഈ ഫോമിൽ ഉപയോഗിക്കും, കോസിന് ഈ ഫോമിൽ ഉപയോഗിക്കും, ടാൻ ഈ ഫോമിൽ ഉപയോഗിക്കും. അതാണ് അതിൻ്റെ സിസ്റ്റം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. താങ്ക് യു.